വളരെ പണ്ട് കാരാട്ടു നമ്പൂതിരിയുടെ ശിഷ്യനായി കോഴിക്കോട് ഏറ്റവും പ്രസിദ്ധനായ ഒരു വിഷവൈദ്യനുണ്ടായിരുന്നു. അദ്ദേഹം വിഷമെറുക്കാനായി ഒരു സ്ഥലത്തും പോവുക പതിവില്ല. വിഷഭയമുണ്ടാകുന്നവരെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് വിഷമെറുക്കിച്ച് കൊണ്ടുപോവുകയാണ് പതിവ്. അദ്ദേഹം അതിനായിട്ട് യാതൊന്നും വാങ്ങുകയും പതിവുണ്ടായിരുന്നില്ല. എങ്കിലും ജനങ്ങൾ മറ്റു വല്ല കാരണവും പറഞ്ഞ് അദ്ദേഹത്തിന് ധാരാളം പണം കൊടുത്തു വന്നിരുന്നു. അദ്ദേഹം കാലക്രമേണ വലിയ ധനവാനായി തീർന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ വിഷവൈദ്യം പഠിക്കാനായിട്ടും വളരെ ആളുകൾ ചെന്നുകൊണ്ടിരുന്നു. ചെല്ലുന്നവർക്കെല്ലാം അദ്ദേഹം ഓരോ ദിവ്യമന്ത്രങ്ങൾ ഉപദേശിച്ചയക്കുകയാണ് പതിവ്. ആ വിഷവൈദ്യൻ താമസിച്ചിരുന്ന സ്ഥലത്തിന് തെക്കേതായി ഒരു വീടുണ്ടായിരുന്നു. അവിടെ കൊച്ചുരാമൻ എന്നു പേരുള്ളൊരു ബാലനും. ആ വീട്ടുകാർ വളരെ കഷ്ടപ്പെട്ടാണ് നിത്യവൃത്തി കഴിച്ചു വന്നിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ കഷ്ടപ്പാട് സഹിക്കാതെ വയ്യാഞ്ഞിട്ട് തനിക്കും വിഷവൈദ്യം പഠിക്കണമെന്ന് കൊച്ചുരാമൻ നിശ്ചയിച്ചു. അവൻ അക്ഷരജ്ഞാനം പോലുമില്ലാത്ത ഒരു വിഡ്ഢി പയ്യനായിരുന്നു. ആ കൊച്ചുരാമൻ ഒരു ദിവസം ആ വൈദ്യൻ്റെ ശിഷ്യന്മാരെ കണ്ട് വിഷവൈദ്യം പഠിപ്പിക്കുന്നത് എങ്ങനെയെല്ലാമാണെന്ന് ചോദിച്ചറിഞ്ഞു. അതിനവർ പറഞ്ഞത്, വിഷവൈദ്യം പഠിക്കണമെന്ന ആഗ്രഹമുള്ളവർ ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് തങ്ങളെ കൂടെ വിഷവൈദ്യം പഠിപ്പിക്കണമെന്ന് പറയണം. യഥാശക്തി വല്ലതുമൊരു ദക്ഷിണയും ചെയ്യണം. എന്നാൽ അദ്ദേഹം ഒരു മന്ത്രം ഉപദേശിച്ചു തരുമെന്ന് പറഞ്ഞു. ആ മന്ത്രം ഭക്തിയോടുകൂടെ അക്ഷരലക്ഷം ഉരുക്കഴിക്കണം. പിന്നെ ആ മന്ത്രം കൊണ്ട് വെള്ളം ഊതി ഒഴിക്കുകയോ ഭസ്മം ജപിച്ചിടുകയോ എന്തെങ്കിലും ചെയ്താൽ വിഷമിറങ്ങും. അങ്ങനെയാണ് പതിവ് എന്നും മറുപടി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കൊച്ചുരാമന് വളരെ സന്തോഷമായി. ഇതിന് പ്രയാസമൊന്നുമില്ലല്ലോ. എങ്കിലും തൽക്കാലം ഒരു ദക്ഷിണ ചെയ്യുന്നതിനുള്ള കൈവശമൊന്നുമില്ലാത്തതിനാൽ അവന് വളരെ വിഷമമുണ്ടായി. അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്, പുരപ്പുറത്തൊരു കുമ്പളം കയറി പടർന്ന് കിടക്കുന്നത്. അതിന്മേൽ 2-3-5 കായുമുണ്ടായിരുന്നു. തൽക്കാലം ഗുരുവിന് ഇത് കൊണ്ടുചെന്ന് കൊടുക്കാമെന്ന് നിശ്ചയിച്ചു. അവൻ അന്ന് തന്നെ അതെല്ലാം പറിച്ച് കെട്ടിവെച്ചു. പിറ്റേ ദിവസം ശിഷ്യന്മാരും മറ്റും കൂടുന്നതിന് മുൻപ് ഉപദേശം വാങ്ങണമെന്ന് നിശ്ചയിച്ച് കൊച്ചുരാമൻ വെളുപ്പം കാലത്ത് കുമ്പളങ്ങി ചാക്കുമെടുത്ത് വൈദ്യൻ്റെ ഗൃഹത്തിലെത്തി. വൈദ്യൻ ഉണർന്നെഴുന്നേറ്റ് പുറത്തു വന്നപ്പോൾ കൊച്ചുരാമൻ കുമ്പളങ്ങി ചുമട് വൈദ്യന് മുമ്പിൽ വെച്ച് താണു തൊഴുതു. "നീ എന്തിനാണ് വന്നത്?" എന്ന് വൈദ്യൻ ചോദിച്ചു. "എന്നെക്കൂടി വിഷവൈദ്യം പഠിപ്പിക്കണമെന്ന് കൊച്ചുരാമൻ പറഞ്ഞു." അത് കേട്ട് വൈദ്യൻ, "അതിന് വിഡ്ഢി, ഈ കുശ്മാണ്ഡം എന്തിനാണ്?" എന്ന് ചോദിച്ചു. വിഷവൈദ്യം പഠിക്കാനുള്ള ധൃതിയും പരിഭ്രമവും കൊണ്ട് കൊച്ചുരാമൻ വൈദ്യൻ പറഞ്ഞത് മുഴുവൻ കേട്ടില്ല. വിഡ്ഢി കൂശ്മാണ്ഡം എന്ന് മാത്രമേ കേട്ടുള്ളൂ. അത് മന്ത്രമാണെന്നും അതുകൊണ്ട് ഉപദേശം കഴിഞ്ഞുവെന്നും തീർച്ചപ്പെടുത്തി അവൻ ഉത്തരമൊന്നും മിണ്ടാതെ വൈദ്യനെ ഒന്നുകൂടി തൊഴുതിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. നേരം വെളുത്തപ്പോഴേ വിഡ്ഢി എന്ന് വിളിച്ചതുകൊണ്ട് അവൻ മുഷിഞ്ഞു പോയതായിരിക്കാം എന്നാണ് വൈദ്യൻ വിചാരിച്ചത്. കൊച്ചുരാമന് ഒരു മുഷിലും ഉണ്ടായില്ല എന്ന് തന്നെയല്ല, മന്ത്രം ക്ഷണത്തിൽ ഉപദേശിച്ചു കൊടുത്തതിനാൽ അവന് വളരെ സന്തോഷമുണ്ടാവുകയും ചെയ്തു. അവൻ ഉടനെ വീട്ടിലെത്തി. കുളിച്ചു വന്നൊരു വിളക്ക് കൊളുത്തിവെച്ച് അതിന് മുമ്പിലിരുന്ന് മന്ത്രജം ജപിച്ചു തുടങ്ങി. അങ്ങനെ 5.5 ലക്ഷം, ഈ മന്ത്രം 5 അക്ഷരമുള്ളതിനാൽ 5 ലക്ഷം ഉരുക്കഴിച്ചു തീർത്തു. താൻ നല്ല വിഷവദനായി തീർന്നു എന്നവൻ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്തു. സാധാരണ വിഷവൈദ്യൻ വിഷമെറുക്കാനായി എങ്ങും പോവുക പതിവില്ലല്ലോ. അതുതന്നെയല്ല, ചെന്നു കടിക്കുകയില്ലെന്നും ചെന്ന് വിഷമെറുക്കുകയില്ലെന്നും സർപ്പങ്ങളും വിഷവൈദ്യന്മാരും തമ്മിൽ സത്യം ചെയ്തിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്. എന്നാൽ നമ്മുടെ കൊച്ചുരാമൻ ഇത് കേട്ടിട്ടില്ലായിരുന്നു. എവിടെയെങ്കിലും വിഷഭയമുണ്ടായെന്ന് കേട്ടാൽ അപ്പോൾ കൊച്ചുരാമൻ അവിടെ എത്തുകയും മേൽപ്പറഞ്ഞ മന്ത്രം കൊണ്ട് വെള്ളം മൂതിയൊഴുക്കി വിഷമെറുക്കുകയും പതിവായി. ആദ്യം കുറച്ച് ദിവസത്തേക്ക് അവൻ്റെ വിഷവൈദ്യത്തിൽ ആളുകൾക്ക് അത്ര വിശ്വാസമുണ്ടായിരുന്നില്ല. ക്രമേണ എല്ലാവർക്കും അനുഭവപ്പെട്ടു തുടങ്ങുകയും വിശ്വാസം ജനിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചുരാമന് വൈദ്യൻ എന്നുള്ളൊരു പേര് സുപ്രസിദ്ധമായി തീർന്നു. വിഷഭയമുണ്ടാകുന്ന ദിക്കിലെല്ലാം അവൻ ആളുകൾ വന്ന് വിളിച്ചു കൊണ്ടുപോയി തുടങ്ങി. അവന് ആ വിഷയത്തിൽ ധാരാളം പണവും കിട്ടിത്തുടങ്ങി. വിഷമിറക്കിയാൽ അതിനൊന്നും വാങ്ങരുതെന്നുള്ള പ്രമാണം നമ്മുടെ കൊച്ചുരാമ വൈദ്യന് അത്ര വകവച്ചിരുന്നില്ല. ഈ വിധത്തിൽ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ അവൻ്റെ ദാരിദ്ര്യം തീരെ തീർന്നുവെന്നല്ല, അവൻ വലിയ സമ്പന്നനായി തീരുകയും ചെയ്തു. അവൻ വലിയ വീട് പണിയുകയും വളരെ നിലവും പുരയിടങ്ങളും വീട്ടിൽ വേണ്ടുന്ന ഭരണി, പാത്രങ്ങൾ, ആഭരണങ്ങൾ മുതലായവയെല്ലാം സമ്പാദിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ കോഴിക്കോട് അന്ന് നാടുവാണിരുന്ന സാമുദ്രിപ്പാട് തമ്പുരാന് വിഷഭയമുണ്ടായി. അനേകം വിഷവൈദ്യന്മാർ പഠിച്ച പണിയെല്ലാം നോക്കിയിട്ടും വിഷമിറങ്ങിയില്ല. 3-ാം ദിവസം തമ്പുരാനെ നിലത്തിറക്കി ശവസംസ്കാരത്തിന് വേണ്ടുന്ന വട്ടങ്ങൾ കൂട്ടിത്തുടങ്ങി. അപ്പോഴാണ് അവിടെ ചിലർക്ക് കൊച്ചുരാമന വൈദ്യനെ ഓർമ്മ വന്നത്. അയാളെ കൂടി ഒന്ന് വരുത്തിക്കണമെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. ഇനി ആരെയും കാണിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല, ഇവിടെ കഥ കഴിഞ്ഞു എന്ന് മറ്റു ചിലരും പറഞ്ഞു. ഏതെങ്കിലും ഒടുക്കം അയാളെ കൂടി ഒന്ന് വരുത്തിക്കണമെന്ന് തീർച്ചപ്പെടുത്തി. ചില പരിഹാരക്കാരന്മാരുടെ കൂടെ ആളയച്ചു. അവർ ചെന്ന് കൊച്ചുരാമ വൈദ്യനെ കണ്ട് വിവരം പറഞ്ഞു. വൈദ്യൻ ക്ഷണത്തിൽ വരികയും ചെയ്തു. വൈദ്യൻ വന്നു തമ്പുരാനെ കണ്ട ഉടനെ കോവിലകത്ത് മടപ്പള്ളിക്കാരനായ കുട്ടിപ്പട്ടരെ വിളിച്ച് ക്ഷണത്തിൽ കുറച്ച് കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞു. അത് കേട്ട് അവിടെ കൂടിയിരുന്ന മറ്റു വിഷവൈദ്യന്മാരെല്ലാം
അതെന്തിനാണ് എന്ന് ചോദിച്ചു. തിരുമനസ്സുകൊണ്ട് അമൃതീത്ത് കഴിച്ചിട്ട് 2-3 ദിവസമായല്ലോ. വിഷമിറങ്ങുമ്പോൾ അവിടേക്ക് വളരെ ക്ഷീണവും വിശപ്പുമുണ്ടായിരിക്കും. അപ്പോൾ അവിടേക്ക് കൊടുക്കാനാണ് കഞ്ഞി എന്ന് കൊച്ചുരാമവൈദ്യൻ മറുപടി പറഞ്ഞു. അത് കേട്ട് എല്ലാവരും പുച്ഛത്തോടുകൂടി പുഞ്ചിരിയിട്ടു. തമ്പുരാൻ്റെ കഥ കഴിഞ്ഞുവെന്നായിരുന്നു അവിടെ വിശ്വാസം. അല്ലെങ്കിൽ നിലത്തിറക്കിയെടുത്തുകയില്ലല്ലോ. കൊച്ചുരാമവൈദ്യൻ കുറച്ച് വെള്ളമെടുത്ത് വെട്ടിക്കൂശ്മാണ്ഡം എന്ന് 108 ജപിച്ചിട്ട് തമ്പുരാൻ്റെ മുഖത്ത് തളിച്ചു. ഉടനെ തമ്പുരാൻ കണ്ണു തുറന്നു. വൈദ്യൻ പിന്നെയും ഒരു പ്രാവശ്യം കൂടി അപ്രകാരം ജപിച്ച് തളിച്ചു. തമ്പുരാൻ കൈയും കാലും ഇളക്കി തുടങ്ങി. 3ാമതും വൈദ്യൻ വെള്ളം തളിച്ചു. ഉടനെ തമ്പുരാൻ എണീറ്റിരുന്ന് കഞ്ഞി കുടിക്കണമെന്ന് കൽപ്പിച്ചു. തൽക്ഷണം കഞ്ഞി കൊണ്ടുവരികയും തമ്പുരാൻ വയറു നിറച്ച് കഞ്ഞി അമൃതയത്ത് കഴിക്കുകയും ചെയ്തു. പിന്നെ സ്വല്പം കഴിഞ്ഞ് ക്ഷീണമെല്ലാം മാറിയപ്പോൾ വിഷമുറുക്കിയതാരാണ് എന്ന് കൽപ്പിച്ചു ചോദിച്ചു. ഈ ഇരിക്കുന്ന കൊച്ചുരാമവൈദ്യനാണ് എന്ന് സേവകരിൽ ഒരാൾ അറിയിച്ചു. തമ്പുരാൻ സന്തോഷിച്ചു. കൊച്ചുരാമവൈദ്യന് 2 കൈക്കും വീര്യശൃംഖലയും 10,000 പവനും 10 കുത്തു പട്ടും സമ്മാനമായി കൽപ്പിച്ചു കൊടുക്കുകയും വൈദ്യനെ പല്ലക്കിൽ കയറ്റിയെടുത്ത് വാദ്യഘോഷങ്ങളോടുകൂടി അയാളുടെ വീട്ടിൽ ചെന്നാക്കുന്നതിന് കൽപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ടും കേട്ടുകൊണ്ട് നിന്ന മറ്റുള്ള വൈദ്യന്മാർക്കുണ്ടായ ലജ്ജയും അത്ഭുതവും എത്രമാത്രമാണെന്ന് പറയാൻ പ്രയാസം. ഈ വൈദ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മുടെ കൊച്ചുരാമവൈദ്യരുടെ ഗുരുവും ഉണ്ടായിരുന്നു. പക്ഷേ അയാൾ ഇത് തൻ്റെ ഉപദേശം കൊണ്ട് സാധിച്ചതാണെന്ന് വിചാരിച്ചില്ല. വിഡ്ഢി എന്ന് വിളിച്ചത് നിമിത്തം ഇയാൾ എവിടെയോ പോയി ഈ ദിവ്യത്വം വശമാക്കി വന്നതാണെന്നാണ് അയാൾ വിചാരിച്ചത്. കൊച്ചുരാമവൈദ്യൻ ആൾക്കൂട്ടം നിമിത്തം തൻ്റെ ഗുരുവിനെ അപ്പോൾ കണ്ടതുമില്ല. കൊച്ചുരാമവൈദ്യനെ കൽപ്പനപ്രകാരം പല്ലക്കിൽ കയറ്റിയെടുത്ത് പട്ടാളക്കാർ മുതലായവരുടെ അകമ്പടിയോടും വാദ്യഘോഷങ്ങളോടും കൂടി വീട്ടിലേക്ക് പുറപ്പെട്ടു. പിന്നാലെ അസംഖ്യം ജനങ്ങളും കോവിലകത്തും കൂടിയിരുന്ന വിഷവൈദ്യന്മാരും നടന്നു. അങ്ങനെ പോകുമ്പോൾ ഒരിക്കൽ കൊച്ചുരാമവൈദ്യൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആൾക്കൂട്ടത്തിൽ തൻ്റെ ഗുരുവിനെ കണ്ടു. ഉടനെ പല്ലക്ക് ഇറക്കി വയ്ക്കാൻ വൈദ്യൻ പറയുകയും ചുമട്ടുകാർ ഇറക്കി വയ്ക്കുകയും ചെയ്തു. ഉടനെ കൊച്ചുരാമവൈദ്യൻ പല്ലക്കിൽ നിന്നിറങ്ങി തനിക്ക് കിട്ടിയ സമ്മാനങ്ങളെല്ലാം എടുത്ത് ഗുരുവിൻ്റെ പാദത്തിങ്കൽ കൊണ്ടുചെന്ന് വെച്ച് നമസ്കരിച്ചു. ഇത് കണ്ട് അയാൾ അത്ഭുതപ്പെട്ട് ഇതിൻ്റെ കാരണം ചോദിച്ചു. അപ്പോൾ കൊച്ചുരാമവൈദ്യൻ, ഇതെല്ലാം അവിടുത്തെ ഉപദേശവും അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ്. ഇതിനു മുമ്പും എനിക്ക് വളരെ പണവും സമ്മാനങ്ങളും അവിടുത്തെ കാരണം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ അവിടെ ഒന്നും കൊണ്ടുവന്നു തരാൻ സാധിച്ചില്ല. അതിനെക്കുറിച്ച് കൃപക്കേടുണ്ടാകരുത്. എൻ്റെ പേരിലുള്ള വീഴ്ചകളെല്ലാം ക്ഷമിച്ച് ഇതിനെ അവിടുന്ന് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു, ഞാൻ നിങ്ങൾക്കൊന്നും ഉപദേശിച്ച് തന്നിട്ടില്ലല്ലോ. മരിച്ചവരെ ജീവിപ്പിക്കുന്നതായ ഈ വിദ്യ നിങ്ങൾ എനിക്ക് ഉപദേശിച്ച് തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ കൊച്ചുരാമവൈദ്യൻ, എനിക്ക് ഇവിടുന്ന് ഉപദേശിച്ച് തന്നിട്ടുള്ള മന്ത്രമല്ലാതെ വേറെ യാതൊരു വിദ്യയുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം സാധിക്കുന്നത്. അപ്പോൾ ഗുരു, എന്തു മന്ത്രം? കൊച്ചുരാമവൈദ്യൻ ഗുരുവിൻ്റെ ചെവിയിൽ സ്വകാര്യമായിട്ട് വിഡ്ഢിക്കൂശ്മാണ്ഡം എന്ന മന്ത്രം തന്നെ. ഇത് കേട്ടപ്പോൾ ഗുരുവിന് വളരെ അത്ഭുതമുണ്ടാവുകയും ഗുരുത്വവും ഭക്തിയും വിശ്വാസവും തന്നെയാണ് പ്രധാനമായി വേണ്ടതെന്നും അവയുണ്ടായാൽ സകലതും സിദ്ധമാകുമെന്നും ബോധം വരികയും ചെയ്തു. ഈ കഥയും ഈ കഥയിലെ ഗുണപാഠവും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ഗുഡ് ബൈ.